ഒരു ഇടവേളയ്ക്കു ശേഷം നമ്മുടെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ ഇത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിനൊക്കെ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയായിരിക്കും പ്രതിഷേധം നടക്കുക. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി നമുക്കുണ്ട്. ബിനിലെ, ഗുഡ് മോർണിംഗ്. അപ്പൊ കഴിഞ്ഞ സഭാ സെഷനിൽ മുഴുവൻ പ്രതിഷേധത്തിന്റെ ദിവസങ്ങളായിരുന്നു. അതും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം കൊണ്ടുവരൂ, ചർച്ച ചെയ്യാം, ഞങ്ങൾ തയ്യാറാണ് എന്ന് ഭരണപക്ഷം പറയുമ്പോൾ അടിയന്തര പ്രമേയം ഒന്നുമല്ല ഇനി ചർച്ച ചെയ്യേണ്ടത്, വേണ്ടത് നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമൊക്കെ സഭയിൽ നടന്നത്. ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ എന്തൊക്കെയാകും നടക്കാൻ സാധ്യത ബിനിൽ? സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും സഭ ഇന്ന് കലുഷിതമാകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ സഭാ സമ്മേളന കാലം നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ പ്രതിപക്ഷം ആരോപണമായി ഉന്നയിച്ചു. വലിയ പ്രക്ഷുബ്ധമായി സഭ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നും സമാനമായ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം ഈ ചികിത്സാ പിഴവാണ്. പലയിടത്തും ചികിത്സാ പിഴവ് ഉണ്ടാകുന്നു. അതായത് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവാണ്. 5 വർഷം ഈ ശസ്ത്രക്രിയാ ഉപകരണം ഉഷ എന്ന ഒരു സ്ത്രീയുടെ വയറിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് വലിയ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ കാട്ടാക്കടയിൽ ഒരു 2.5 വയസ്സുകാരിയായ കുഞ്ഞ് മരിക്കുന്ന സാഹചര്യമുണ്ട്. സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ കൂടി ആദ്യം ചികിത്സിച്ചത് സർക്കാർ ആശുപത്രിയിലാണ്. അങ്ങനെ വലിയ ആരോപണമായി ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ സഭയിലേക്ക് ഇന്ന് വരും. എന്തായാലും സഭ അധിക ദിവസം നീണ്ടു നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സഭ വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നിലവിലെന്തായാലും അടിയന്തര പ്രമേയമൊന്നും സഭയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അവിടെ ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചു. തന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ള ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഈ കോൺഗ്രസ് വലിയ ആരോപണം ഉന്നയിച്ചു. അതായത് ഈ തന്ത്രിയെ കൊടുക്കാനുള്ള ശ്രമമായിരുന്നു. അവിടെ തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും SIT പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് SIT നിയന്ത്രിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് സ്വതന്ത്രമായി SIT അന്വേഷണം നടത്തി. അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, ആ രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ ഏറ്റവും ഒടുവിലേക്ക് എത്തിയപ്പോൾ, തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് സ്വതന്ത്രമല്ലാതായി മുഖ്യമന്ത്രി ഓഫീസ് നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ആ ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും സഭ ഇന്ന് സമ്മേളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ, സ്വർണ്ണക്കൊള്ളയും ഈ ചികിത്സാ പിഴവും അടക്കം ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. യുവജന സംഘടനകൾ സഭയ്ക്ക് പുറത്ത് ഈ മാർച്ചൊക്കെ വരും ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സഭ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വെട്ടിച്ചുരുക്കി അത് അവസാനിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ ബില്ലേ, ശരി, വ്യക്തമാണ്. അപ്പോൾ ഇന്ന് സഭയിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളും മറ്റു വിവരങ്ങളും പറയുകയായിരുന്നു നമ്മുടെ ബിനിൽ ലീല സാബു.